ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് പനീർ വെച്ചിട്ട് പാലക് പനീർ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാലക്ക് എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയെല്ലാം കുനുകുനാന്ന് കട്ട് ചെയ്ത് വെക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. പാലക്ക് തണുത്ത് കഴിഞ്ഞിട്ട് അതൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ജീരകവും 2 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. അതൊന്ന് മൂത്ത് വരുന്നവരെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പാലക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മൾ പനീർ ക്യൂബ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ പാലക് പനീർ ഇതാ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് തന്നെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയുള്ളൂ. ടാറ്റാ.